Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about steps in new product development. The first step in new product development is idea generation. New product ideas may arise from internally or externally. Internal sources include companies' own research and development work, reports from salesmen, companies' source other than research and development. External sources include customers, competitors, suppliers of goods, middlemen, government agencies, private research organization, etc. അപ്പോൾ ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഐഡിയ ജനറേഷൻ. ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു ഐഡിയ ഉണ്ടാകുന്നത് ഇന്റേണൽ സോഴ്സസിൽ നിന്നാവാം, എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്നുമാവാം. ഇന്റേണൽ സോഴ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയുടെ ബേസിൽ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാം, സെയിൽസ്മാൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിൽ ഐഡിയ ജനറേറ്റ് ചെയ്യാം, കമ്പനിയുടെ മറ്റ് സോഴ്സസ് R&D കൂടാതെ മറ്റ് ഇന്റേണൽ സോഴ്സസ് നിന്നും ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ ഐഡിയ ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ആവാം. എക്സ്റ്റേണൽ സോഴ്സ് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൽ നിന്നും, കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും, സപ്ലയേഴ്സിൽ നിന്നും, മറ്റ് മിഡിൽമാൻ, ഗവൺമെൻറ് ഏജൻസീസ്, പ്രൈവറ്റ് ഏജൻസീസ് എന്നത് വിധത്തിൽ പല വിധത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ഒരു പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡിയ ജനറേഷൻ. ഐഡിയ ജനറേഷൻ ഇന്റേണൽ സോഴ്സസ് നിന്നും ആവാം, external sources now. Screening the ideas. Ideas are collected and scrutinized to eliminate inconsistent and unsuitable ones. Most of the ideas screened may not essentially be good. They may be further examined by detailed analysis. Second stage ആയിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ക്രീനിങ് ദി ഐഡിയാസ് എന്നാണ്. അതായത് ഫസ്റ്റ് ഐഡിയ ജനറേഷൻ സ്റ്റേജിൽ നമ്മൾ ഫോം ചെയ്തേക്കുന്ന പല വിധത്തിലുള്ള ഐഡിയാസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് കിട്ടിയ പല വിധത്തിലുള്ള ഐഡിയാസ് സ്ക്രീൻ ചെയ്യുക. കാരണം എല്ലാ ഐഡിയാസും നമുക്ക് സ്യൂട്ടബിൾ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ക്രീനിങ്ങിന് ശേഷം ഏതൊക്കെയാണ് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡിയാസ് എന്ന് ജനറേറ്റ് ചെയ്ത് അതിനെ ഫർദർ ഡീറ്റെയിൽ അനാലിസിസിലേക്ക് കടത്തിവിടുകയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ആയ സ്ക്രീനിങ്ങിൽ കണ്ടക്ട് ചെയ്യുന്നത്. The third step is business analysis. Once the product concept is developed, business analysts can evaluate the business attractiveness of the proposal. The purpose of business analysis is to decide whether or not the resource of the enterprise should be employed for the development of a new product. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തു, അതിനെ നമ്മൾ സ്ക്രീൻ ചെയ്തതിന് ശേഷം ഒരു പ്രോഡക്റ്റ് കോൺസെപ്റ്റായി ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബിസിനസ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. കൃത്യമായ ബിസിനസ് അനലിസ്റ്റുകൾ ഈ ബിസിനസ്സിൻ്റെ അട്രാക്റ്റീവ്നെസ്സിനെ കുറിച്ച്, ആ ഒരു പ്രപ്പോസലിൻ്റെ അട്രാക്റ്റീവ്നെസ്സിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുകയും നമ്മുടെ മെയിനായിട്ട് ഒരു ബിസിനസ് അനാലിസിസ് എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ റിസോഴ്സസ് ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എംപ്ലോയ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ബിസിനസ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. Concept testing. It is concerned with measuring the relation of customers' interest to the idea or concept of the product. The response of the customer is checked and only if it is found encouraging, the product will be produced. Concept testing എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തു, അതിനെ സ്ക്രീൻ ചെയ്തു, ബിസിനസ് അനാലിസിസ് ചെയ്തതിന് ശേഷം ഒരു പ്രോഡക്റ്റ് കോൺസെപ്റ്റ് നമ്മൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് കോൺസെപ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റുമായി മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് നമ്മൾ കോൺസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ ഐഡിയയുമായി കസ്റ്റമേഴ്സിന് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കുകയുള്ളൂ. After concept testing, the next step is developing the product. The idea on paper is converted into physical product. Pilot models or small quantities are manufactured as per specifications. Laboratory tests and other technical evaluation are needed to determine the engineering and production feasibility of the article. This stage is also called technical development stage, as at this stage all development of product from idea to physical form takes place. ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതുവരെയുള്ള സ്റ്റെപ്പുകളിലെല്ലാം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ
പേപ്പറിൽ അല്ലെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് ആയിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. ഇതിനൊരു കോൺസെപ്റ്റിൽ നിന്നും ഫിസിക്കൽ പ്രോഡക്റ്റ് ആയി കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ്. അതായത് നമ്മളൊരു പൈലറ്റ് മോഡൽ, ഒരു സ്മോൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ പ്രോഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്ത് അതിനെ പല വിധത്തിലുള്ള ലാബറട്ടറി ടെസ്റ്റിങ്ങും മറ്റ് ടെക്നിക്കൽ ഇവാലുവേഷൻ എല്ലാം കണ്ടക്ട് ചെയ്ത് ഇത് ടെക്നിക്കലി ഫീസിബിൾ ആണോ, പ്രൊഡക്ഷന് വേണ്ടി ഫീസിബിൾ ആണോ ഇല്ലയോ എന്നെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ് എന്ന സ്റ്റേജ്. ഈ സ്റ്റേജിനെ മറ്റൊരു രീതിയിൽ ടെക്നിക്കൽ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്നും പറയും. അതായത് ടെക്നിക്കലി ഒരു ഫിസിക്കൽ ഫോമിലേക്ക്, ഐഡിയയിൽ നിന്നും ഒരു ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേജാണ് ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കലി ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. വൺസ് ദ ഫേം ഡിസൈഡ്സ് ടു പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ്, ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൻ. Establish development projects for each product, building the product with change specification if necessary, completing laboratory evaluation and sending the product for testing and then launching. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്ത് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഒരു പുതിയ പ്രോജക്റ്റിനെ പുതിയ പുതിയ സ്പെസിഫിക്കേഷൻസോടുകൂടി ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം ലബോറട്ടറി ഇവാലുവേഷനും മറ്റ് ടെസ്റ്റിങ്ങിന് ശേഷം ലോഞ്ച് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ് എന്ന സ്റ്റേജിൽ ചെയ്യുന്നത്. The next stage is testing the product. Testing the product include two distinct activities. Product testing. It means placing the new product in a few selected market with a view to identify whether the product performs up to the promise of the product concept. പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ ഒരു നിശ്ചിതമായ ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ ഒരു സെലക്റ്റഡ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് കോൺസെപ്റ്റിൽ ഉദ്ദേശിച്ച പോലെ നമ്മുടെ പ്രോഡക്റ്റ് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രോഡക്റ്റിനെ ഒരു സെലക്റ്റഡ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആർ ടു അസസ് proper product performance, to minimize the risk attached to full scale launching of any product, to identify the most productive market segment, to collect necessary data about the response of the customers. ഒരു പ്രോഡക്റ്റിൻ്റെ കൃത്യമായ പെർഫോമൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, വലിയ ഫുൾ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, കൃത്യമായിട്ട് ഏതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് സെഗ്മെൻ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസ് കളക്ട് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. Second activity in testing the product stage is test marketing. It means the introduction of a new product in selected representative markets on limited scale with a view to study the response of the customers towards the product. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ പുതിയൊരു മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ലിമിറ്റഡ് സ്കെയിൽ അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ ഒരു പുതിയ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുക. അതായത് അതുവഴി കൃത്യമായി കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് ഐഡന്റിഫൈ ചെയ്യുകയാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Objectives of test marketing are to evaluate a complete market plan including advertising, sales, promotion, distribution, pricing, etc. കൃത്യമായിട്ട് ഈ പ്രോഡക്റ്റിനെ എങ്ങനെയായിരിക്കും നമ്മൾ അഡ്വർടൈസ് ചെയ്യേണ്ടത്, സെയിൽസ് പ്രൊമോഷൻ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസിങ് എന്നുള്ളതെല്ലാം എങ്ങനെ വേണമെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ സ്കെയിലിൽ ഒരു മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. To determine the promotional strategies and channel of distribution. ആ ഒരു പ്രോഡക്റ്റിനെ എങ്ങനെയായിരിക്കണം പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഫോം ചെയ്യേണ്ടത്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. ടു ഫോക്കാസ്റ്റ് ദ വോളിയം ഓഫ് സെയിൽ, എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും, എത്രത്തോളം വോളിയം പ്രൊഡ്യൂസ് ചെയ്യണം എന്നെല്ലാം മനസ്സിലാക്കാനാണ് നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ടു ഐഡന്റിഫൈ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് കസ്റ്റമേഴ്സ്, ഇത്തരത്തിൽ നമ്മുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വഴി കസ്റ്റമറിന്റെ ടേസ്റ്റും പ്രിഫറൻസും എന്താണ്, അതനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നെല്ലാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ടെസ്റ്റ് മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഇസ് കൊമേഴ്ഷ്യലൈസേഷൻ. If the result of the test marketing is positive, the product may be produced and marketed on a large scale. ഇത്തരത്തിൽ ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ നമ്മളൊരു പ്രോഡക്റ്റിനെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുകയുള്ളൂ. അതുവരെ നമ്മൾ ആ പ്രോഡക്റ്റിനെ ടെസ്റ്റിംഗ് സ്റ്റേജിലാണ്. അതായത് നമ്മളൊരു കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് പറയുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു ഐഡിയ ജനറേറ്റ് ചെയ്യും,
പിന്നീട് അത് സ്ക്രീൻ ചെയ്യും, അതിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ പലവിധ ടെസ്റ്റിലേക്ക് കടത്തും. പ്രോഡക്റ്റ് ടെസ്റ്റിംഗ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്, അങ്ങനെ പല വിധത്തിലുള്ള ടെസ്റ്റ് മാർക്കറ്റിംഗ് ഇവാലുവേറ്റ് ചെയ്ത് അത് ഒരു കൊമേഴ്ഷ്യലി സക്സസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനെ ഒരു ലാർജ് സ്കെയിലിലേക്ക് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്സ് ഇൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്താണ് എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അസൈൻമെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. അപ്പോൾ നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.